ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. പണ്ടൊക്കെ വീടുകളിൽ നട്ടുവളർത്തിയിരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ഇന്ന് പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ജലദോഷത്തിനും പനിക്കുമെല്ലാം നല്ലൊരു മരുന്നാണ് കഞ്ഞിക്കൂർക്ക അഥവാ പനിക്കൂർക്ക. ഇത് ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇനി വേറെ ഏതെങ്കിലും പുതിയ പേരുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പനിക്കൂർക്ക നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. പനിക്കൂർക്ക തീയിലൊന്ന് വാട്ടിയ ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് നെറുകയിൽ തേയ്ക്കുന്നത് ജലദോഷം മാറാനായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. കുഞ്ഞിലേ മുതൽ തന്നെ ഇത്തരം പച്ചമരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. എനിക്കറിയാവുന്ന പലരുണ്ട് കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോഴൊക്കെ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കാതെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മാക്സിമം നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കേസിലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും. അല്ലാത്ത നമ്മൾ നോർമൽ മെഡിസിൻസ് കൊടുക്കുന്നവർക്ക് അത്രയും രോഗപ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്കുണ്ടാവില്ല. കാര്യം കുഞ്ഞിലേ മുതൽ മരുന്നല്ലേ നമ്മൾ കൊടുക്കുന്നത്. നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഗൾഫിലേക്ക് വരെ ഇതിൻ്റെ ഇലയും ചെടിയും ഒക്കെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് പനിക്കൂർക്ക ഇല. പനിക്കൂർക്ക ഇല നീര് തേൻ ചേർത്ത് ഉള്ളിൽ കൊടുക്കുന്നതും പനി മാറാൻ നല്ലൊരു ഔഷധമാണ്. പനിയും ജലദോഷവുമൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് ഉപയോഗിക്കുന്നതിലൂടെ നല്ല ഉറക്കം ഇവർക്ക് കിട്ടും. പെട്ടെന്ന് ജലദോഷവും കഫക്കെട്ടും വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരെ കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പനിക്കൂർക്ക ഇലയുടെ നീര് നെറുകയിൽ അല്പസമയം പുരട്ടിയ ശേഷം കുളിപ്പിക്കുക. പനി, ചുമ, കഫക്കെട്ട് എന്നിവ വരാനുള്ള സാധ്യതയും തീർച്ചയായും കുറഞ്ഞു കിട്ടുന്നതാണ്. കുഞ്ഞിന് നല്ല പനിയുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കയില ആവണക്കെണ്ണ പുരട്ടി വാട്ടിയെടുക്കുക. ഇത് കുഞ്ഞിൻ്റെ നെറ്റിയിൽ വയ്ക്കുക. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നെഞ്ചുഭാഗം ഒഴികെയുള്ള ഭാഗത്ത് നമുക്ക് തുണി നനച്ച് തുടയ്ക്കാവുന്നതാണ്. കുഞ്ഞിനുണ്ടാകുന്ന ഏതു തരത്തിലുള്ള പനിയും പെട്ടെന്ന് കുറയുന്നതായിട്ട് അനുഭവപ്പെടും. കുട്ടികളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ നമുക്ക് പനിക്കൂർക്ക ഇല പിഴിഞ്ഞ് നീര് ചേർക്കാവുന്നതാണ്. അത് അസുഖമുള്ളപ്പോഴും അല്ലാത്ത സമയത്തും ആ രീതിയിൽ ചെയ്യുക. പലരും പറയുന്ന ഒരു പരാതിയാണ് കുഞ്ഞിന് ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണെന്നുള്ളത്. ഒത്തിരി പേര് എനിക്ക് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നതിൽ ഒരേ രീതിയിലുള്ള ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. ഡെയിലി ഒരേ തരം ആഹാരം കൊടുക്കാതെ അല്പം വ്യത്യസ്തമായ രീതിയിൽ വിഭവങ്ങൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അവരുടെ മടുപ്പ് മാറിക്കിട്ടുന്നതാണ്. പ്രസവിച്ച് 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പലരുടെയും പ്രശ്നം മുലപ്പാൽ ഇല്ലാത്തതാണ്. അതിന് ഒരു കാര്യം പറയാനാണെങ്കിൽ മുരിങ്ങയില ഗർഭകാലം മുതലേ തോരൻ വെച്ച് കഴിക്കുക. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയം വരെ ഇത് കഴിച്ചിരിക്കുക. ഇപ്പോൾ ഡെയിലി കഴിക്കാനൊക്കെ ചിലപ്പോൾ മടിയാണെങ്കിൽ 1-2 ദിവസങ്ങളിൽ അല്പമെങ്കിലും അളവിൽ കഴിച്ചിരിക്കുക. അതുപോലെ തന്നെ ചെറുപയർ നമുക്ക് വേവിച്ച് കഴിക്കാം, അത് ശർക്കര ചേർത്ത് കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ആ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും മുലപ്പാൽ കുറവ് എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് കിഴികെട്ടി പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതും പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് മുലപ്പാൽ എന്നത് ഗർഭവതിയായവരും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരും മനസ്സിലാക്കിയിരിക്കുക. അറിവില്ലായ്മ മൂലം പലപ്പോഴും പല മിസ്റ്റേക്സും വരാറുണ്ട്. അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമായിരിക്കാം. അത് നമുക്ക് വളരെ തെറ്റായ ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. അത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തല ഒരൽപ്പം ഉയർത്തി വെച്ച ശേഷം വേണം കുളിപ്പിക്കാൻ എന്നുള്ളത്. വേണമെങ്കിൽ കൈകൊണ്ട് ഒരൽപ്പം തലയൊന്ന് പൊക്കിയ ശേഷം മാത്രം തലയിൽ വെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ ചെവിയിൽ വെള്ളം പോകാനും പിന്നീട് ചെവി വേദനയ്ക്കൊക്കെ കാരണമാകും. കുട്ടികൾ അവർക്ക് പറയാനറിയാത്തതുകൊണ്ട് അവർ കരയുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് നമ്മളും അറിയുന്നില്ല. ജനിക്കുന്ന കുഞ്ഞ് നല്ല നിറമുള്ളതാകാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിൻ്റെ നിറം മിക്കവാറും മാതാപിതാക്കളുടെ നിറം ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ നിറവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ജനിതകപരമായ കാര്യങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഗർഭവതി കഴിക്കുന്ന ആഹാരം കുഞ്ഞിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് ഉള്ള ഒന്നാണ് കുങ്കുമപ്പൂ ചേർത്ത പാലാണ്. പക്ഷേ ഇതേക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഗർഭകാലത്തിൻ്റെ ആരംഭത്തിൽ ഇത് കഴിക്കരുത്, 3 മാസത്തിന് ശേഷമേ ഇത് കഴിക്കാവൂ എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഞാനത് സ്റ്റാർട്ടിങ്ങിൽ മുതലേ കഴിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയും മുമ്പായിട്ട് ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സാധിക്കുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ദിവസവും 5-6 ബദാം കുതിർത്ത് കഴിക്കുന്നത് കുഞ്ഞിന് നല്ല വെളുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കുഞ്ഞിന് നിറം നൽകുവാനും അതുപോലെ തന്നെ പ്രസവം എളുപ്പമാക്കാനും നെയ്യ് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കപ്പലണ്ടി കഴിക്കുന്നത് നല്ല ബുദ്ധിശക്തിയുള്ള കുഞ്ഞ് ജനിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് ഓറഞ്ചാണ്. അടുത്തതായി പറയാനാണെങ്കിൽ ആപ്പിൾ. ഇതൊക്കെ വളരെ ഗർഭവതിയായ സ്ത്രീ കഴിച്ചിരിക്കേണ്ട ഫ്രൂട്ട്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം തന്നെ കുഞ്ഞിന് നല്ല നിറം നൽകുന്ന ഫ്രൂട്ട്സാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ 3 മാസം കഴിയുന്നതോടുകൂടി മുട്ട ഡെയിലി ഓരോന്ന് വീതം കഴിക്കാം. നമുക്ക് കോഴിമുട്ടയോ അല്ലെങ്കിൽ കാടമുട്ടയോ ഒക്കെ കഴിക്കാം. ഇത് കുഞ്ഞിന് നിറം നൽകുന്ന ഒന്നാണ്. ഗർഭകാലത്ത് കഴിച്ചിരിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാല്. നമുക്കെല്ലാവർക്കും അറിയാം. ദിവസവും പാൽ കുടിക്കുന്നത് കുഞ്ഞിന് നല്ല നിറവും അതുപോലെ ആരോഗ്യവും ഉണ്ടാകുവാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. തേങ്ങാപ്പാലും കഴിക്കാവുന്നതാണ്. അതും കുഞ്ഞിന് നിറം നൽകുന്ന ഒന്നാണ്. കുഞ്ഞിൻ്റെ നിറം ഏതായാലും കുളിക്കും മുമ്പ് ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ ഇത്തിരി ഡാർക്ക് കളറാണെങ്കിലും പിന്നെ അതിനുശേഷം നിറം വയ്ക്കുന്നതായിട്ടും കാണാറുണ്ട്. ശരീരം ശരിയായിട്ട് വളരാനും ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാനുമെല്ലാം ഓയിൽ മസാജിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടുകാലത്തൊക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ജനറേഷനിലുള്ള പുതിയ ആൾക്കാർക്ക് ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കുഞ്ഞിനെ മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് നല്ല നിറമുണ്ടാകുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പാൽ, റോസ് വാട്ടർ, കടലമാവ് മിക്സ് ചെയ്ത് കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടിയ ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. നിറം നൽകാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണ്. ചർമ്മരോഗങ്ങൾക്കും ഇത് മികച്ചതായതുകൊണ്ട് യാതൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടാകുമെന്ന് പേടിയും വേണ്ട. കുഞ്ഞിന് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എന്നിവയുടെ ജ്യൂസ് 2 ടീസ്പൂൺ വീതം ഡെയിലി കൊടുക്കുക. അത് നിറം വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമുക്കിത് 4 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മുതൽ കൊടുത്തു തുടങ്ങാം. അപ്പോഴും ഒരു കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, മുലപ്പാലാണ് ഏറ്റവും നല്ലത്. അത് എന്തായാലും കൊടുത്തിരിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ ഒന്നിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തികൾ തീർച്ചയായും ഇത് കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തുടർന്നുള്ള വീഡിയോകളിൽ തീർച്ചയായും ഉണ്ടാകും. വീഡിയോ ഇട്ട ശേഷം റിപ്ലൈ ചെയ്യാനായിട്ട് പലപ്പോഴും എനിക്ക് കഴിയാറില്ല, കാരണം ഒത്തിരി കമൻസ് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് വീണ്ടും ശ്രദ്ധിക്കുക. ആരെയും ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ഞാൻ തീർച്ചയായും വരും. അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.